നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 10 ലോക അപസ്മാര ദിനം. അപസ്മാരത്തിന് കാരണമെന്ത്, അതിൻ്റെ ചികിത്സ എന്ത്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നതാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശനാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, എന്താണ് ഈ അപസ്മാരം എന്ന് പറയുന്നത്? ഈ അപസ്മാരം ഏതൊക്കെ രീതിയിലാണ് വരുന്നത്? അപസ്മാരം എന്നത് ജീവിതത്തിൽ ഒന്നിലേറെ തവണ പെട്ടെന്നുണ്ടാകുന്ന ഒരു കാരണം കൂടാതെ ജന്നി വരുന്ന ഒരവസ്ഥയെയാണ് അങ്ങനെ പറയുന്നത്. ഈ അപസ്മാരത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ട് പരിചയിച്ചിട്ടുള്ള ഫിറ്റ്സ് അഥവാ ജന്നി അഥവാ കോട്ട്, വെട്ടൽ എന്നൊക്കെ പറയുന്നത്. അതായത് പെട്ടെന്ന് ബോധക്ഷയമുണ്ടായി കാലുകൾ വിറച്ച് താഴേക്ക് വീണ് വായിലൂടെ നുരയും പതയും വരുന്ന അവസ്ഥ. ഇത് കൂടാതെ പെട്ടെന്ന് ശരീരം ബലം പിടിച്ച് സ്റ്റിഫായി പോകുന്ന ടോണിക് സീഷേഴ്സ് എന്ന് പറയുന്ന ഇനവും, പെട്ടെന്ന് ശരീരം അയഞ്ഞ് ലൂസായി താഴെ വീഴുന്ന എറ്റോണിക് സീഷേഴ്സും, കയ്യോ കാലോ അല്ലെങ്കിൽ ദേഹം മൊത്തമോ പെട്ടെന്ന് ഞെട്ടലുണ്ടാകുന്ന മയോക്ലോണസ് എന്ന് പറയുന്ന തരത്തിലും അപസ്മാരം പ്രത്യക്ഷപ്പെടാം. അതുകൂടാതെ സെൻസറി സീഷേഴ്സ്, അതായത് കൈകാലുകളുടെ അഗ്രത്തിലോ ചുണ്ടിന് ചുറ്റുമോ ഉള്ള ഭാഗത്ത് പെട്ടെന്നുണ്ടാകുന്ന തരിപ്പ്, പെരുപ്പ് തുടങ്ങിയ ഫീലിങ്സ്, അതും അല്ലെങ്കിൽ കണ്ണിന് മുന്നിൽ പെട്ടെന്ന് കളറുള്ള ലൈറ്റ് മിന്നിമറയുന്ന പോലെ തോന്നുക, ചെവിയിൽ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഇല്ലാത്ത ദുർഗന്ധങ്ങൾ അനുഭവപ്പെടുക, അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ളൊരു സ്ഥലത്ത് പെട്ടെന്നുണ്ടാവുന്ന അപരിചിതത്വം എന്നിവയെല്ലാം അപസ്മാരത്തിൻ്റെ ലക്ഷണമാകാം. ചിലരിൽ പെട്ടെന്ന് പരിസരബോധം മറന്ന് പെട്ടെന്ന് തുറിച്ചു നിൽക്കുക, അതിനോടൊപ്പം ചവച്ചരയ്ക്കുന്ന പോലെയും ചുണ്ട് നനയ്ക്കുന്ന പോലെയും കൈകൾ തിരുമുന്ന പോലെയും കാണാം. കുട്ടികളിലാണെങ്കിൽ ചിലപ്പോൾ അത് പഠന വൈകല്യം അല്ലെങ്കിൽ പെരുമാറ്റ വ്യത്യാസം എന്നിവ മാത്രമായിരിക്കാം. ചിലർക്ക് ഉറക്കത്തിൽ മാത്രമായിരിക്കും ജന്നി വരിക. ഇങ്ങനെയുള്ളവർക്ക് രാത്രിയിലുള്ള പല്ലിറുമൽ അല്ലെങ്കിൽ പഠന വൈകല്യം, അല്ലെങ്കിൽ രാവിലെ നാക്ക് കടിച്ചതുപോലെ കാണുക, ഉറക്കത്തിൽ അറിയാതെ മൂത്രമൊഴിക്കുക, ഇത്ര മാത്രമേ ലക്ഷണമായിട്ട് കാണുകയുള്ളൂ. ഇങ്ങനെ പല രീതിയിലും നമുക്ക് അപസ്മാരത്തിൻ്റെ രോഗലക്ഷണങ്ങൾ കാണാം. പക്ഷേ ഇത്തരം ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ ഒരു തവണ വരുമ്പോൾ സെക്കൻഡുകൾ മുതൽ 2 മുതൽ 5 മിനിറ്റ് വരെ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. പെട്ടെന്നുണ്ടാകുന്ന ഒരു കാരണം കൂടാതെ അപസ്മാരം ജന്നി ജീവിതത്തിൽ ഒന്നിലേറെ തവണ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു അപസ്മാര രോഗം എന്ന് പറയപ്പെടുക. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ അപസ്മാരം വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പം കുട്ടികളിലും പ്രായമായവരിലും വ്യത്യസ്ത കാരണങ്ങളാണോ ഇതുമൂലം വരുന്നത്? അപസ്മാരത്തിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ഇപ്പോൾ ജന്നി വരാനുള്ള കാരണം ചിലപ്പോൾ താൽക്കാലികമായിരിക്കാം. ഉദാഹരണത്തിന്, സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാൾ 1-2 ദിവസം മദ്യപിക്കാതിരുന്നാൽ അവർക്ക് വീണ്ടും ജന്നി വരാനുള്ള സാധ്യതയുണ്ട്. അമിത മദ്യപാനം, ചിലപ്പോൾ ഡയബറ്റിസ് തുടങ്ങിയ അസുഖങ്ങളുടെ ഫലമായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടുകയോ കുറയുകയോ ചെയ്യുക, അല്ലെങ്കിൽ രക്തത്തിലെ സോഡിയത്തിൻ്റെ അളവ് കുറയുക, കാൽഷ്യത്തിൻ്റെ അളവിലെ വ്യത്യാസം, കിഡ്നിക്ക് തകരാറുള്ളവരിൽ യൂറിയയുടെ അളവ് കൂടുക എന്നിവയെല്ലാം ജന്നി ഉണ്ടാക്കാം. പക്ഷേ ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള കാരണങ്ങളായിരിക്കും. ആ കാരണങ്ങൾ ചികിത്സിക്കുക എന്നുള്ളതിനൊപ്പം 2 ആഴ്ച വരെ മാത്രം ചിലപ്പോൾ മരുന്ന് കഴിച്ചാൽ മതിയാകും. പക്ഷേ മറ്റ് ചിലരിൽ ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോളമോ ചിലപ്പോൾ ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കേണ്ടി വരാം. ഇത് പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ മൂലമുണ്ടാകുന്ന ഇഡിയോപ്പതിക് ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയുന്ന തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിനേൽക്കുന്ന പലതരം ക്ഷതങ്ങൾ. ഉദാഹരണത്തിന്, ജനന സമയത്ത് നല്ല രീതിയിൽ തലച്ചോറിൽ ഓക്സിജനും രക്തവും കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന തകരാറുകൾ, അല്ലെങ്കിൽ പരിക്ക് പറ്റിയ തലച്ചോറിനുണ്ടാകുന്ന ക്ഷതങ്ങൾ, തലച്ചോറിലുള്ള അണുബാധ എൻസെഫലൈറ്റിസ് കൊണ്ട് ഉണ്ടാകുന്ന തകരാറുകൾ, അല്ലെങ്കിൽ തലച്ചോറിലെ രക്തക്കൊഴലുകൾ പൊട്ടിയോ അല്ലെങ്കിൽ രക്തക്കൊഴലുകൾ അടഞ്ഞോ ഉണ്ടാകുന്ന സ്ട്രോക്ക്, തലച്ചോറിലെ മുഴകൾ, അത് ക്യാൻസറസ് ആയിട്ടുള്ള മുഴയാകാം, ക്യാൻസറസ് അല്ലാത്ത മുഴകളാകാം. ഇവയെല്ലാം തന്നെ അപസ്മാരത്തിന് കാരണമാകാം. ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ അപസ്മാരത്തിന് കാരണമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ അപസ്മാരം മറ്റ് പല രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണോ? പല രോഗങ്ങളുടെയും ബാഹ്യലക്ഷണമായി ചിലപ്പോൾ ജന്നി പ്രത്യക്ഷപ്പെടാം. ഉദാഹരണത്തിന്, മറ്റ് അവയവങ്ങളുടെ തകരാറുകൾ, കിഡ്നിക്ക് തകരാറുള്ള ഒരാളിൽ കിഡ്നി ഫെയിലിയർ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ അത് അപസ്മാരം ജന്നി വരുന്നതായി കാണപ്പെടാം. അല്ലെങ്കിൽ ശ്വാസകോശത്തിന് തകരാറുള്ളവർ, അതായത് COPD അല്ലെങ്കിൽ ബ്രോങ്കിൽ ആസ്മ ഉള്ളവർക്ക് ശ്വാസം മുട്ട് കാരണം രക്തത്തിലെ ഓക്സിജൻ്റെ അളവോ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ്, രക്തത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറയുകയോ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയോ ഒക്കെ ചെയ്യുമ്പോഴും ജന്നിയുടെ ലക്ഷണങ്ങൾ പ്രകടമാക്കാം. അതുപോലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട് കുറഞ്ഞു പോവുകയോ കൂടി ഡയബറ്റിക് കീറ്റോആസിഡോസിസ് എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുമ്പോഴോ എല്ലാം ജന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകാം. അതുപോലെ തലച്ചോറിനെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങൾ,
ഇവൻ മറവി രോഗം പോലും അതിൻ്റെ അവസാന ഘട്ടത്തിൽ ജന്യായി കാണപ്പെടാം. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഈ അപസ്മാരം എത്രത്തോളം അപകടകരമാണ്? അതായത് എല്ലാത്തരം ഫിറ്റ്സും അപകടമാണോ? അപസ്മാരമുള്ള രോഗികൾക്ക് വളരെ ഗുരുതരവും സങ്കീർണവുമായിട്ടുള്ള പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അതിൽ ഏറ്റവും പ്രധാനം സ്യൂഡപ്പ് അഥവാ സഡൻ അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് ഇൻ എപ്പിലെപ്സി. അപസ്മാരമുള്ള രോഗികളിൽ 1000-ൽ ഒരാൾക്ക് മാത്രമായിരിക്കാം ഇങ്ങനെ സംഭവിക്കുക. അതായത് ജന്നി വരുന്ന സമയത്ത് പെട്ടെന്ന് മരണം സംഭവിക്കുന്നതാണ് സ്യൂഡപ്പ് എന്ന് പറയുന്നത്. ജന്നി വരുമ്പോൾ പെട്ടെന്ന് ഹൃദയസ്തംഭനമോ ശ്വാസം നിലച്ചു പോവുകയോ ചെയ്യുന്ന ഒരവസ്ഥ. ഇത് പ്രത്യേകിച്ചും ജന്നി കൃത്യമായി മരുന്ന് കഴിച്ച് നിയന്ത്രണ വിധേയമാക്കാത്ത രോഗികൾക്കാണ് ഇങ്ങനെ പെട്ടെന്നുള്ള മരണം സംഭവിക്കുക. അതുകൂടാതെ ഉറക്കത്തിൽ ജന്നി വരുന്ന രോഗികൾക്കും, ചില രോഗികൾ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ശീലമുള്ളവരാണ്, അവർക്കും ഇങ്ങനെ ജന്നി വരുമ്പോൾ അതിനിടയിൽ പെട്ടെന്ന് മരണം സംഭവിക്കാം. ഇത് ഏറ്റവും ഗുരുതരമായതും നമ്മൾ ഏറ്റവും ഭയക്കേണ്ടതുമായിട്ടുള്ള അവസ്ഥ. മറ്റു ചില സാഹചര്യങ്ങൾ ജന്നി വരുന്ന സമയത്ത് രോഗി എന്തവസ്ഥയിലാണെന്നുള്ളത്, ഉദാഹരണത്തിന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നീന്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ തീയോടോ കറണ്ടിനോടോ വെച്ചുള്ള ജോലികൾ ചെയ്യുന്ന സമയത്താണ് ജന്നി വരുന്നതെങ്കിൽ അത് തികച്ചും അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതുപോലെ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൃത്യമായി ജന്നി ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പഠന വൈകല്യമായിട്ട് അനുഭവപ്പെടാം. മുതിർന്നവരിലായാലും കൃത്യമായ രീതിയിൽ ജന്നി നമ്മൾ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള സ്വഭാവ വ്യത്യാസങ്ങളും പെരുമാറ്റ ദൂഷ്യങ്ങളും ഉന്മാദം, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ അവസ്ഥയുണ്ടാകാം. ഇത് ഓർമ്മയെയും ബാധിക്കാം. കാലക്രമേണ ഈ അപസ്മാരം മറവി രോഗം പോലെ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യാം. മാത്രവുമല്ല, തുടർച്ചയായി ജന്നി വരുമ്പോൾ തലച്ചോറിനുള്ളിൽ സ്ഥായിയായ ചില തകരാറുകൾ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ ആദ്യം ഒരുപക്ഷെ ഒരു മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്ന ജന്നിയായിരിക്കാം. പക്ഷെ കാലക്രമേണ തലച്ചോറിൽ പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥായിയായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു മരുന്ന് കൊണ്ട് എല്ലായ്പ്പോഴും ചികിത്സിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത്തരം രോഗികൾക്ക് ചിലപ്പോൾ 2ഓ അതിലേറെയോ മരുന്നുകളും ചിലപ്പോൾ സർജറിയും വേണ്ട അവസ്ഥയിലേക്ക് പോകാം. അതുകൊണ്ട് തന്നെ അപസ്മാര രോഗ ലക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി ഡോക്ടറെ കണ്ട് അതിന് അനുയോജ്യമായ മരുന്ന് കൃത്യമായ അളവിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കഴിക്കുക തന്നെ വേണം. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മളോട് ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. പാലക്കാട് നിന്നും ഷെഹ്ലയാണ്. ഷെഹ്ല, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഷെഹ്ല. എനിക്ക് ഒരു പാരമ്പര്യമായിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്ന ഒരു ഇതിൽ നിന്നല്ല വരുന്നത്. എനിക്ക് പ്രസവ ശേഷമാണ് അപസ്മാരം തുടങ്ങിയത്. ചെറുപ്പം മുതലേ ഒന്നും ഇല്ല, ചെറുപ്പം മുതലേ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഏത് വയസ്സിലാണ് ഷെഹ്ലയ്ക്ക് ആദ്യമായിട്ട് ജന്നി വന്നത്? 20 വയസ്സിൽ. 20 വയസ്സിൽ. പാരമ്പര്യ ഘടകം പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ഉണ്ടെന്നാണോ പറഞ്ഞത്? ഇല്ല ഇല്ല, പാരമ്പര്യമായിട്ടില്ല. ഇല്ല, പാരമ്പര്യമായിട്ട് എപ്പോഴും നമുക്ക് ഉണ്ടാവണമെന്നില്ല. പാരമ്പര്യമില്ലാതെ കൂടെ തന്നെ നവജാത ശിശുക്കൾ മുതൽ മുതിർന്നവർ വരെ ഏത് പ്രായത്തിലും നമുക്ക് ജന്നി ആദ്യമായിട്ടുണ്ടാകാം. അത് വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുള്ളതാണോ, എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതനുസരിച്ചാണ് നമുക്ക് എത്ര നാൾ മരുന്ന് കഴിക്കണം എന്നുള്ളത് അറിയാൻ പറ്റുക. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രസവ സമയത്താണെങ്കിൽ ചിലപ്പോൾ BP കൂടുന്ന സമയത്ത് ചിലപ്പോൾ അപ്പോൾ ജന്നി ഉണ്ടാകാം. പക്ഷെ അത് നമുക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരില്ല. പക്ഷെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം. പ്രസവ സമയത്തല്ല, പ്രസവത്തിന് ശേഷം. പ്രസവത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അത് പ്രസവം അതൊരു ബൈ ചാൻസ് ഉണ്ടായ ഒരു ഘടകം മാത്രമായിരിക്കാം. അത് കാരണമുണ്ടായ ജന്നി ആയിരിക്കില്ല. 20 വയസ്സ് എന്ന് പറയുന്നത് ജന്നി ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ള ഒരു പ്രായം തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മരുന്ന് വീണ്ടും കഴിക്കേണ്ടതായിട്ട് വരും. തുടക്കത്തിൽ ഇങ്ങനെ ഒരു വായന്ന് ഇങ്ങനെ വെള്ളം വരലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഒന്നും ഓർമ്മ കിട്ടൂല. നാവൊക്കെ ഒരു മരവിച്ച പോലെ. പിന്നീട് എനിക്ക് ഉറക്കത്തിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഉണ്ടാവുന്നതൊക്കെ ഉറക്കത്തിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജന്നി വരുന്ന ഒരാൾക്ക് ഉറക്കത്തിൽ വരുന്ന ജന്നി. കാരണം മരുന്ന് മുടക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ജന്നിയുടെ മരുന്ന് മുടക്കുന്നവർക്ക് വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ചും ഉറക്കത്തിൽ വരുന്ന ജന്നി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്.
മരുന്ന് കൃത്യമായി ജന്നി വരാത്ത അളവിൽ കൃത്യമായി കഴിച്ച് തന്നെ പോകണം ഷെഹല. ഇതിന് പ്രസവമായിട്ടോ സിസേറിയനായിട്ടോ യാതൊരുവിധ ബന്ധവുമില്ല. ഓക്കെ ഓക്കെ. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഈ അപസ്മാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല മിഥ്യധാരണകളും നമുക്കിടയിലുണ്ട്. ഇത് തെറ്റിദ്ധാരണകൾ പല പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നുമുണ്ട്. അതായത് ഈ വിവാഹിതരാകാനാകുമോ, ഗർഭധാരണത്തിന് പ്രശ്നമുണ്ടോ, അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം എന്താണ് ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? തികച്ചും അത് തെറ്റായ ഒരു ധാരണയാണ്. അപസ്മാരം ഉള്ള ഒരാൾക്ക് സാധാരണ കുടുംബജീവിതം നയിക്കാനാകും. പണ്ട് നമുക്ക് അപസ്മാരം ചികിത്സിക്കാനായിട്ട് 2-3 മരുന്നുകൾ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. അവയ്ക്കെല്ലാം പലതരം സൈഡ് ഇഫക്ട്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് 30ഓളം മരുന്നുകൾ ലഭ്യമാണ്. ഒരു രോഗിയുടെ പ്രായം, സ്ത്രീയാണോ പുരുഷനാണോ, വിവാഹപ്രായമായോ, അടുത്ത് തന്നെ ഗർഭിണിയാവാൻ സാധ്യതയുണ്ടോ, ഗർഭിണിയാണോ, മുലയൂട്ടുന്ന അമ്മയാണോ, ഇവയെല്ലാം പരിഗണിച്ചാണ് ഒരു ന്യൂറോളജിസ്റ്റ് അപസ്മാരമുള്ള ഒരാൾക്ക് ഏത് മരുന്ന് വേണം എന്ന് തീരുമാനിക്കുക. ഗർഭനിരോധന മരുന്നുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് ഇപ്പോൾ ഉപയോഗിക്കുന്ന മരുന്നുമായിട്ട് പ്രതിപ്രവർത്തിക്കാത്തതാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഗർഭം ധരിക്കുന്നതിനും 1 വർഷം മുമ്പ് തന്നെ മരുന്ന് കഴിച്ച് അപസ്മാരം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കണം. അമ്മയ്ക്കോ കുഞ്ഞിനോ തകരാറ് വരാത്ത ധാരാളം മരുന്നുകൾ, ലെവട്രസിറ്റാൻ, ലാമോട്രിജിൻ തുടങ്ങിയവയാണ് അവയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. അതുപോലെ ഒരിക്കലും മുലയൂട്ടൽ അമ്മ മരുന്ന് കഴിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മുലയൂട്ടൽ നിർത്താൻ പാടില്ല. കൃത്യമായി കുഞ്ഞിന് പാല് കൊടുക്കുകയും വേണം. പക്ഷേ ആ അമ്മയ്ക്ക് കൃത്യമായ ഉറക്കം ലഭ്യമാകണം. അത് വീട്ടുകാർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓരോ 2 മണിക്കൂർ കൂടുമ്പോൾ ഉണരേണ്ടി വരുമ്പോൾ അമ്മയ്ക്ക് ഉറക്കം നഷ്ടമാവാം. അത് ജന്നി വരാൻ സാധ്യതയുണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് എക്സ്പ്രസ്ഡ് മിൽക്ക്, അതായത് പാൽ പിഴിഞ്ഞ് ഒരു 1.5 തവണ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അമ്മയുടെ ഉറക്കം നമുക്ക് ഉറപ്പുവരുത്താം. അതുപോലെ അമ്മ കട്ടിലിന് പുറത്തോട്ട് ചരിഞ്ഞിരുന്നാണ് പാല് കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞ് ചിലപ്പോൾ തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തിരുന്ന് വേണം ഈ മുലയൂട്ടുന്ന അമ്മമാർ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടത്. എന്തുകൊണ്ടും സേഫായി തന്നെ ഇന്ന് ഒരു അപസ്മാരമുള്ള രോഗിക്ക് കൃത്യമായി ചികിത്സ തേടുകയാണെങ്കിൽ സാധാരണമായിട്ടുള്ള കുടുംബജീവിതം സാധ്യമാണ്. അത് തികച്ചും ഒരു തെറ്റായൊരു ധാരണയാണ്. അവർക്ക് നോർമലായിട്ടുള്ളൊരു ലൈഫ് സാധ്യമല്ല എന്നുള്ളത്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ അപസ്മാരം ഉണ്ടാകുന്നത് കണ്ടാൽ ഉടനെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതും അതുപോലെ തന്നെ എന്താണ് ചെയ്യാൻ പാടില്ലാത്തതും? ഇപ്പോൾ താക്കോല് പോലുള്ള സാധനങ്ങൾ ആ സമയത്ത് നമ്മൾ എടുത്തു കൊടുക്കാറുണ്ടല്ലോ. അപ്പം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഈ താക്കോൽ കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അടിത്തറയുമില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് പ്രയോജനവുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഈ രോഗിയുടെ വായിലേക്ക്, ജന്നി വരുന്ന രോഗിയുടെ വായിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അത് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി ശ്വാസകോശത്തിലെ ഇൻഫെക്ഷൻ, ന്യൂമോണിയ ഉണ്ടാകാം. അതുപോലെ ജന്നി തുടർച്ചയായിട്ട് വരുന്ന ഒരാൾക്ക് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആ കൈകാലുകളുടെ ചലനം നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. രോഗിയെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് പതുക്കെ നീക്കിക്കിടത്തുക. വസ്ത്രങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക. ഈ ജന്നി ഉണ്ടായി വെട്ടി തീർന്നതിന് ശേഷം രോഗിയെ ഇടതുവശം ചരിച്ച് കിടത്തുക. കാരണം ഇതിന് ശേഷം വായിലുണ്ടാവുന്ന കുറേ സ്രവങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ഛർദിലുണ്ടാകാം. ഇതെല്ലാം ഒഴുകി പുറത്തേക്ക് പോകാനാണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ രോഗിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. സാധാരണഗതിയിൽ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ വെട്ടൽ തീരുകയാണ് പതിവ്. പക്ഷേ 2-5 മിനിറ്റിലേറെ ഈ വെട്ടൽ തുടരുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ ഈ രോഗിയെ കൊണ്ടെത്തിക്കണം. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരാൾക്ക് ജന്നി വരുന്നത് കണ്ടാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വ്യക്തമാണ് ഡോക്ടർ. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ചാലക്കുടിയിൽ നിന്നും ജോസ് ആണ്. ജോസ്, ഡോക്ടറിനോട് ചോദിച്ചോളൂ. നമസ്കാരം. ഹലോ. ഹലോ ഡോക്ടർ, എനിക്ക് ഏത് ഗുളികകൾ കഴിച്ചാലും ഈ സോഡിയം കുറയുന്ന ഒരു അവസ്ഥ. ഇപ്പോ കുറച്ച് നാളായിട്ട് നിരന്തരം സോഡിയം കുറയാണ്. ഇത് ഈ അപസ്മാരമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ? അപസ്മാരം എന്ന രോഗമുള്ളത് കൊണ്ട് സോഡിയം കുറയുകയില്ല. അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ചിലപ്പോൾ സോഡിയം കുറയാൻ കാരണമായേക്കാം. അപ്പോൾ സർ, കഴിക്കുന്ന മരുന്നുകൾ ഏതാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, സോഡിയം കുറയാൻ സാധ്യതയുള്ള മറ്റു മരുന്നുകൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതും അറിയണം. 3, മറ്റ് ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് സോഡിയം കുറയുന്ന അവസ്ഥയുണ്ടാകാം. അതിന് അപസ്മാര രോഗവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അല്ലാതെ സോഡിയം കുറയുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന മറ്റ് രോഗങ്ങൾ സാറിനുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് റെക്കോർഡ്സ്, അതായത് മരുന്നുകളും മറ്റസുഖങ്ങളുടെ വിവരങ്ങളും അതറിഞ്ഞതിന് ശേഷമാണ് നമുക്കതിനെക്കുറിച്ച് പറയാൻ കഴിയുക. പ്രേക്ഷകന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, ഈ അപസ്മാര രോഗം എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത്?
അപസ്മാര രോഗം സ്ഥിരീകരിക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ രോഗം വരുന്നത് കണ്ടിട്ടുള്ള ഒരാളുടെ രോഗവിവരണമാണ്. കാരണം രോഗിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ കണ്ടു നിന്ന ആളുടെ ഒരു വിവരണം ഞങ്ങൾക്കിത് ഏത് തരം ജന്നിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെയേറെ സഹായിക്കും. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇത് കൂടാതെ തലച്ചോറിനുള്ള തകരാറുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള തലച്ചോറിൻ്റെ MRI സ്കാനിംഗ് പരിശോധന, തലച്ചോറിലെ വൈദ്യുതി തരംഗങ്ങളുടെ അവസ്ഥ അറിയാനുള്ള EEG എന്ന പരിശോധന, പിന്നെ രക്തത്തിൽ ഉള്ള ചില കെമിക്കൽസിൻ്റെ അളവുകളുടെ വ്യത്യാസം, സോഡിയം അല്ലെങ്കിൽ കാൽഷ്യം, ഗ്ലൂക്കോസ്, മറ്റ് അവയവങ്ങളുടെ തകരാറുകൾ എന്തെങ്കിലും ഉണ്ടോ, ലിവറിനോ കിഡ്നിക്കോ തകരാറുള്ള രോഗിയാണോ എന്നിവയൊക്കെ അറിയാനുള്ള പരിശോധനകൾ വേണ്ടി വന്നേക്കാം. അപസ്മാരം തീരെ നിയന്ത്രണ വിധേയമാകാത്ത രോഗികൾക്ക് ചിലപ്പോൾ പെറ്റ് സ്കാൻ, FMRI തുടങ്ങിയ കൂടിയ പരിശോധനകളിലേക്കും അപൂർവമായിട്ട് പോകേണ്ടി വന്നേക്കാം. ഡോക്ടർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കുട്ടിച്ചിറയിൽ നിന്നും ഉസ്മാനാണ്. ഉസ്മാൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. 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 ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഈ അപസ്മാരം എന്ന സുഖേട് തീർത്തും ഭേദാവോ? അതാണ് ചോദിക്കുന്നത്. അപസ്മാരം എന്ന രോഗം എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ എത്ര നാൾ മരുന്ന് കഴിക്കേണ്ടത് എന്ന് തീരുമാനിക്കുക. ചിലതരം അപസ്മാരമുള്ള രോഗികൾക്ക് 2 മുതൽ 5 വർഷം വരെ മാത്രം മരുന്ന് കഴിച്ചാൽ മതിയാവും. മറ്റു ചിലർക്ക് ജീവിത കാലയളവ് മുഴുവൻ കഴിക്കേണ്ടി വരും. അത് അപസ്മാരത്തിൻ്റെ കാരണം എന്താണ് പ്രായം എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ കുട്ടികളിൽ വരുന്ന ചില അപസ്മാരം ആ പ്രായത്തിൽ മാത്രം മരുന്ന് കഴിച്ചാൽ മതിയാവും. സാറിനുള്ള അപസ്മാരം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കുള്ള അപസ്മാരം ഏത് തരമാണ്, എന്താണ് ആ ടൈപ്പ് എന്നുള്ളതനുസരിച്ചാണ് പൂർണ്ണമായും ഭേദമാക്കാവുന്നതാണോ അതോ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടതാണോ എന്നുള്ളത് പറയാൻ കഴിയുക. പ്രേക്ഷകന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ അപസ്മാരത്തിന് ചികിത്സ എന്താണ്? ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനാകുമോ? ഈ ജന്നി വരുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് നമുക്കിതിൽ ഏറ്റവും പ്രധാനം. ചിലപ്പോൾ ജന്നി വരാനുള്ള കാരണങ്ങൾ താൽക്കാലികമായിരിക്കാം. ഉദാഹരണത്തിന് അമിതമായ മദ്യപാനം, അല്ലെങ്കിൽ മദ്യം കിട്ടാത്ത, സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾക്ക് മദ്യം കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുക, അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ അവസ്ഥ കുറയുക, അളവ് കുറയുക, കാൽഷ്യത്തിൻ്റെ അളവ് കുറയുക. ഇതെല്ലാം താൽക്കാലികമായിട്ടൊരു 2 ആഴ്ച വരെയൊക്കെ പലപ്പോഴും അപസ്മാരത്തിന് മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. അതിലെ കാരണം ചികിത്സിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. മറ്റ് ചില പാരമ്പര്യമായിട്ടുള്ള ഇഡിയോപ്പതിക് ജനറലൈസ്ഡ് എപ്പിലെപ്സി, ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി തുടങ്ങിയ തരം അപസ്മാരം നമുക്ക് വർഷങ്ങളോളം, ചിലപ്പോൾ 40 വയസ്സ് വരെയോ 50 വയസ്സ് വരെയോ ഒക്കെ ചിലപ്പോൾ മരുന്ന് സ്ഥിരമായി കഴിക്കേണ്ടി വരാം. ചിലപ്പോൾ ജീവിത കാലയളവ് മുഴുവൻ കഴിക്കേണ്ടതായി വരാം. കുട്ടികളിൽ കാണപ്പെടുന്ന ചില ചൈൽഡ്ഹുഡ് ആബ്സൻസ് എപ്പിലെപ്സി, ബിനൈൻ റൊളാൻഡിക് എപ്പിലെപ്സി തുടങ്ങിയവ ആ ഒരു കാലയളവിൽ, അതായത് കുട്ടിയായിരിക്കുന്ന ഒരളവ് അല്ലെങ്കിൽ കൗമാരപ്രായം വരെ മാത്രമേ മരുന്ന് കഴിക്കേണ്ടതായി വരുള്ളൂ. പക്ഷേ തലച്ചോറിന് ഉണ്ടാകുന്ന ചില സ്ഥിരമായിട്ടുള്ള ക്ഷതങ്ങൾ, ഉദാഹരണത്തിന് വീണ തലയ്ക്ക് പരിക്ക് പറ്റിയ ഒരാൾക്ക് തലച്ചോറിന് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു തകരാറുണ്ടാകാം, അല്ലെങ്കിൽ അണുബാധ കാരണമുള്ള സ്ഥിരമായിട്ടുള്ള ഒരു സ്കാർ, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നത് കാരണമുള്ള ഒരു മുറിവ്. അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെ മുറിവ് വന്നാലും ആ മുറിവ് ഉണങ്ങിയാലും അവിടെ കട്ടിയായി കിടക്കാമല്ലോ, അതുപോലെ കട്ടിയായി കിടക്കുന്ന ഒരു സ്ഥലം തലച്ചോറിലുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്ന് സ്ഥിരമായിട്ട് വൈദ്യുതി അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കാം. അതെന്നും ജന്നി ഉണ്ടാകാനുള്ള ഒരു പ്രഭവ കേന്ദ്രമായിരിക്കാം. അത്തരം ആൾക്കാരിൽ പലപ്പോഴും സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ടി വരും. ജന്നിക്ക് പലതരം മരുന്നുകളുണ്ട്. അത് രോഗിയുടെ പ്രായം, വിവാഹപ്രായം, ഗർഭിണിയാകാൻ സാധ്യതയുണ്ടോ, എന്ത് തരം ജോലിയാണ് അവർ ചെയ്യുന്നത്, ഇതെല്ലാം വിശകലനം ചെയ്തിട്ടാണ് ഒരു ന്യൂറോളജിസ്റ്റ് വേണ്ട മരുന്ന് തീരുമാനിക്കുക. എല്ലാവർക്കും ഒരേ മരുന്നാകണമെന്നില്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. 2ലേറെ മരുന്നുകൾ കൊടുക്കാവുന്നതിൽ ആവശ്യത്തിനുള്ള അളവിൽ കൊടുത്തിട്ടും ഈ അസുഖം നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ചില രോഗികൾക്ക് മരുന്ന് കൂടാതെ സർജറിയിലേക്കും പോകേണ്ടി വന്നേക്കും. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ചികിത്സ. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഈ അപസ്മാര രോഗമുള്ളവർ എന്തെല്ലാം കരുതലുകളാണ് എടുക്കേണ്ടത്? അതായത് ആഹാരം കഴിക്കുന്നതിനായാലും മരുന്ന് കഴിക്കുന്നതൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധ പുലർത്തേണ്ടത്? അപസ്മാരമുള്ള ഒരാൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ നിർദ്ദേശിച്ച സമയത്ത് കൃത്യമായിട്ട് കഴിക്കുക. അഥവാ ഒരു ഡോസ് മിസ്സായാലും അടുത്ത ഓർക്കുന്ന സമയത്ത് തന്നെ അത് കറക്റ്റ് കഴിക്കണം.
കൃത്യമായി കഴിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗി ഒരു ആത്മഹത്യാ പ്രവണതയുള്ള ആളാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിലെ വിശ്വസിക്കുന്ന മറ്റൊരാളായിരിക്കണം ഈ രോഗിക്ക് മരുന്നുകൾ എടുത്തു കൊടുക്കേണ്ടത്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം ഉറക്കം. നല്ല ഒരു ഉറക്കം ഇവർക്ക് എപ്പോഴും അത്യാവശ്യമാണ്. ഉറക്കമില്ലായ്മയും അമിതമായ ടെൻഷനുമെല്ലാം ജന്നി വരാനുള്ള ചാൻസസ് കൂട്ടും. അതുപോലെ അവർ ഏർപ്പെടുന്ന വിനോദങ്ങൾ, അതായത് അപകടകരമായിട്ടുള്ള വിനോദങ്ങൾ ഇവർ ഒഴിവാക്കണം. ഉദാഹരണത്തിന് നീന്തുന്ന സമയത്ത് ജന്നി വന്നാൽ അത് അപകടകരമാകാം. അതുപോലെ ഉറക്കമിളച്ചുള്ള ലോങ് ഡ്രൈവിംഗ്, ഹെവി മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഉയരങ്ങളിൽ കയറി ജോലി ചെയ്യുന്നത്, തീയോടോ വൈദ്യുതിയുമായിട്ടോ പ്രവർത്തിക്കുന്നതുമെല്ലാം അപസ്മാരമുള്ള ആൾക്കാർ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ചിലർക്ക് വെളിച്ചമുള്ള സ്ഥലങ്ങൾ, അതായത് മിന്നി മറയുന്ന പ്രകാശം, വെളിച്ചം അവർക്ക് ജന്നി ഉണ്ടാക്കാം. അതിനെ ഫോട്ടോ സെൻസിറ്റീവ് എപ്പിലെപ്സി എന്നാണ് പറയുന്നത്. ഇത്തരം ആൾക്കാർ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം. അതായത് ചിലപ്പോൾ ഉത്സവ പറമ്പുകളായിരിക്കാം, സ്റ്റേജ് ഷോ ആയിരിക്കാം, ചില മോളുകളിലെ പ്ലേ സോൺ ആയിരിക്കാം. അതുപോലെ മിന്നി മറയുന്ന വെളിച്ചങ്ങൾ ജന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഈ രോഗികൾ പ്രത്യേകം ഒഴിവാക്കേണ്ടതാണ്. ഇതെല്ലാമാണ് മെയിനായിട്ടും എടുക്കേണ്ട കരുതലുകൾ. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ ഈ മരുന്ന് എത്ര നാൾ കഴിക്കണം? ഇപ്പോൾ ഇടയ്ക്ക് അസുഖത്തിൻ്റെ തീവ്രത കുറഞ്ഞെന്ന് തോന്നുകയാണെങ്കിൽ മരുന്ന് നിർത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അപകടത്തിന് തന്നെ വഴിവെക്കുമോ? തീർച്ചയായും മരുന്നിൻ്റെ അളവ് കുറയ്ക്കുന്നതോ നിർത്തുന്നതോ എല്ലാം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ. രോഗിക്ക് നല്ല രീതിയിൽ അസുഖം നിയന്ത്രണ വിധേയമായി എന്ന് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ അത് ഏത് തരം അപസ്മാരമാണെന്നുള്ളതനുസരിച്ച് ഡോക്ടർ തലച്ചോറിൻ്റെ MRI സ്കാനോ EEG പരിശോധനയോ വീണ്ടും എടുത്തെന്നിരിക്കാം. MRI സ്കാനും EEG പരിശോധനയും ഒക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മരുന്നുകളുടെ അളവ് കുറയ്ക്കാനും ചിലപ്പോൾ നിർത്താനും സാധിച്ചേക്കാം. പക്ഷേ ഇത് എല്ലായ്പ്പോഴും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ. എനിക്കിപ്പോൾ ജന്നി വരുന്നില്ല, നമുക്കൊന്ന് അളവ് കുറച്ച് നോക്കാം, ഇനി വരുമോ എന്നൊന്നും ഒരിക്കലും ട്രൈ ചെയ്യാൻ പാടില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഈ ജന്നി ഉണ്ടാകുമ്പോൾ എപ്പോഴാണിത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സെക്കൻഡുകൾക്കുള്ളിൽ തലച്ചോറിനകത്തുള്ള വൈദ്യുതി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്താം. അപ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറാനോ വാഹനമൊന്ന് ഒതുക്കാനോ ഈ രോഗിക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ജന്നി വരുമ്പോൾ വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജന്നി വരുന്ന സമയത്ത് പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടാവുകയോ ശ്വാസം നിലച്ചു പോവുകയോ ചെയ്ത് രോഗിക്ക് മരണം വരെയും സംഭവിക്കാം. അതാണ് സഡൻ അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് ഇൻ എപ്പിലെപ്സി. അതുകൊണ്ട് ഒരിക്കലും ഡോക്ടറുടെ നിർദ്ദേശാനുസരണമല്ലാതെ മരുന്നുകളുടെ അളവോ ഏത് മരുന്നാണ് കഴിക്കുന്നതെന്നോ ഒന്നും മാറ്റാൻ പാടില്ല, മരുന്ന് നിർത്താനും പാടില്ല. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ അടുത്തത് കുട്ടികളിലെ അപസ്മാരത്തിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. കുട്ടികളിൽ അപസ്മാരം വരാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുമോ? അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? കുട്ടികളിൽ പ്രധാനമായിട്ടും അപസ്മാരം നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളത് പനിയോടൊത്ത് ജന്നി വരുന്നതാണ്. ചില കുട്ടികളിൽ പനിയോടൊത്ത് ജന്നി വരാം. അത് സാധാരണയായി ഒരു 5 മുതൽ 6 വയസ്സ് വരെ മാത്രമൊക്കെ അങ്ങനെ കാണാറുള്ളൂ. അങ്ങനെയുള്ള ജന്നിയാണ് നമ്മൾ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയുക. ഇത്തരം കുട്ടികളിൽ ശരീരത്തിൻ്റെ താപനില കൂടുന്നു, പനി വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ ആ താപനില കുറയ്ക്കാനായി വേണ്ട കാര്യങ്ങൾ ചെയ്യണം. പാരസെറ്റമോൾ മരുന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ ശരീരം വെള്ളം വെച്ച് തുടച്ച് താപനില കുറയ്ക്കുകയോ വേണം. ജന്നി വരാതിരിക്കാനുള്ള മരുന്നുകൾ കുറച്ച് ദിവസം കൊടുക്കേണ്ടതായും വന്നേക്കാം. ഇതാണ് ഏറ്റവും സാധാരണയായിട്ടുള്ളത്. പിന്നെ പ്രസവത്തിൻ്റെ സമയത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റുന്നതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. അമ്മയ്ക്ക് ഷുഗറോ അല്ലെങ്കിൽ പ്രഷറോ ഉള്ളവരാണെങ്കിൽ അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കണം. അഥവാ അങ്ങനെ അല്ല എന്നുള്ളവർക്ക് പ്രഗ്നൻസി സമയത്തുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്, ഡെലിവറിയുടെ സമയത്തുമുള്ള കോംപ്ലിക്കേഷൻസ്, കുഞ്ഞിൻ്റെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ്റെയും രക്തത്തിൻ്റെയും സപ്ലൈ കുറയ്ക്കാം. അത് തലച്ചോറിനുണ്ടാക്കാവുന്ന തകരാറുകളും കുഞ്ഞിന് അപസ്മാര രോഗം ഉണ്ടാകാൻ കാരണമാകാം. മരുന്നുകൾ കഴിക്കേണ്ട കാലയളവിൽ കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം തന്നെ ഈ കുഞ്ഞുങ്ങൾക്കും കൊടുക്കേണ്ടതാണ്. മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ പലപ്പോഴും നല്ല രുചിയുള്ള സിറപ്പുകളായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും കുഞ്ഞിൻ്റെ കൈ എത്തുന്ന സ്ഥലത്ത് ഈ മരുന്നുകൾ വയ്ക്കാതെയും രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ അവരുടെ സ്ക്രീൻ ടൈം, കൂടുതൽ നേരം മൊബൈൽ അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ് കാണുന്ന ചില വീഡിയോ ഗെയിംസ് പോലും ജന്നി വരാൻ കാരണമാകാം. അപ്പോൾ അത്തരം സ്ക്രീൻ ടൈം കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യാൻ നോക്കുക. TV-യിലായാലും മൊബൈലിലായുള്ള സ്ക്രീൻ യൂസ്, ലൈറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിന്നുന്ന വെളിച്ചങ്ങളും അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ശ്രമം വേണം. കുട്ടികൾ നല്ല രീതിയിലുള്ള ഉറക്കവും നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യേണ്ടതാണ്. അപസ്മാരമുള്ള കുട്ടികൾ നീന്താനൊക്കെ പോകുന്നതും ഒഴിവാക്കേണ്ടതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. അപസ്മാര ദിനത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. ഇതിൽ എന്തൊക്കെയാണ് ചികിത്സ വേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശാണ്. ഡോക്ടർ നന്ദി.
ഹലോ ഡോക്ടറിലെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.